തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലയായ തെങ്കാശിയിലുള്ള തോരണമലൈ മുരുകൻ കോവിലിലേക്ക് ഒരു യാത്ര പോയാലോ? പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലക്കാർക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ സ്ഥലമാണ് തെങ്കാശി. പോകുന്ന വഴി തെന്മല, വെള്ളച്ചാട്ടങ്ങളുടെ നാടായ കുറ്റാലവുമൊക്കെ സന്ദർശിച്ചു പോകാൻ പറ്റിയ ഒരു ട്രിപ്പാണ്. വേനൽക്കാലമായതിനാൽ ഞങ്ങൾ കുറ്റാലം പോകാതെ നേരെ തോരണമലയിലേക്കാണ് പോയത്. അങ്ങ് ദൂരെ തോരണമല ദൃശ്യമായി തുടങ്ങി. മലയുടെ മുകളിലായി മേഘങ്ങളെ തൊടുന്ന പോലെ ഒരു ദിവ്യസ്ഥലം, തോരണമല മുരുകൻ ക്ഷേത്രം. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് 3 മണിക്ക് ശേഷം ആരെയും കയറ്റി വിടില്ല എന്ന്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം. ഏകദേശം 1193 പടികൾ കയറി വേണം അവിടെ ദർശനം നടത്താൻ. അഗസ്ത്യ മഹർഷിയും തേരയ്യാർ സിദ്ധരും ഈ മലയിൽ തപസ് ചെയ്തതായി വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് ഒരു ക്ഷേത്രം മാത്രമല്ല, ഒരു സിദ്ധശക്തിയുടെ കേന്ദ്രം കൂടിയാണ്. ദർശനം നടത്താൻ അനുമതി ലഭിക്കാത്തോണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയത് തെങ്കാശിയിലെ തന്നെയുള്ള മറ്റൊരു പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രത്തിലേക്കാണ്. പഞ്ചകാശി എന്നറിയപ്പെടുന്ന അരുൾമിகு കാശി വിശ്വനാഥ ടെമ്പിൾ. തമിഴ് ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ഒരു കരിങ്കൽ മതിൽ കെട്ടിയിരിക്കുന്നു. അതിലെ എല്ലാ ആരാധനാലയങ്ങളും അതിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അമാവാസി ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4 മുതൽ 8:30 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. അവിടുത്തെ ദർശനം കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയത് തെങ്കാശിയിലെ തന്നെ മറ്റൊരു പ്രസിദ്ധമായ മുരുകൻ ക്ഷേത്രത്തിലേക്കാണ്, തിരുമലൈ ക്ഷേത്രം. സായാഹ്നത്തിൽ തെങ്കാശിയുടെ ഗ്രാമങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. തിരുമലൈ കോവിലിലേക്ക് വാഹനത്തിലൂടെ പ്രവേശിക്കാൻ പാർക്കിംഗ് ഫീ ഉണ്ട്. കാറുകൾക്ക് പ്രവേശിക്കാൻ 50 രൂപയാണ് ഈടാക്കുന്നത്. ഇവിടെ ഡിജിറ്റൽ പേയ്മെന്റിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ക്യാഷ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭഗവാനെ രഥത്തിൽ എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അത് വഴിപാടായി നടത്തിയ ഭക്തർ അതിന്റെ മുന്നിൽ നിന്നു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ച് വിഷ്വൽസൊക്കെ ക്യാമറയിൽ പകർത്തി. കുന്നിന്റെ മുകളിലുള്ള അഷ്ടപത്മക്കുളം ഒരു അത്ഭുതം തന്നെയാണ്. മണി ഏകദേശം 8:10 ഇവിടെ 8:15 ക്ഷേത്രം അടയ്ക്കുന്നത്. എല്ലാവരും ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ തുടങ്ങി. അങ്ങനെ നല്ല ഒരു ദർശനവും മനോഹരമായ കാഴ്ചകളും കാണാൻ സാധിച്ച സന്തോഷത്തിൽ ഞങ്ങളും അവിടുന്ന് യാത്ര തിരിച്ചു.